അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തന്ത്രപരമായ ചില നീക്കങ്ങൾക്കെതിരെ ഇപ്പോൾ റഷ്യ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെടിനിർത്തൽ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ റഷ്യ ഇതിനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വെടിനിർത്തൽ നീട്ടുന്നതല്ല പ്രശ്നം, പക്ഷെ അമേരിക്കക്ക് ഇവിടെ മറ്റു ചില ദുരൂഹമായ ലക്ഷ്യങ്ങളുണ്ട്. വെടിനിർത്തുകയെന്നോ ഇറാനുമായി സമാധാനത്തിലേക്ക് എത്തുക എന്നതോ അല്ല അവരുടെ ലക്ഷ്യം. നേരെ മറിച്ച ഒരു ഗ്രൗണ്ട് അറ്റാക്ക് നടത്താനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റഷ്യ പറയുന്നത്. നിലവിൽ റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. US-Israeli may use Iran peace talks as cover of ground operation. സമാധാന ചർച്ചകൾ എന്ന പേരിൽ രണ്ടാം ഘട്ടവും പാകിസ്ഥാനിൽ വെച്ച് നടത്താനുള്ള ശ്രമം ഇപ്പോൾ അമേരിക്ക നടത്തുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ പാകിസ്ഥാന്റെ ദൂതന്മാർ ഇറാനിലെത്തിയിട്ടുണ്ട്. സൈനിക നേതാവ് വസീം മുനീർ അടക്കം ഇപ്പോൾ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ റഷ്യ പറയുന്നത് ഇത് ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്താനുള്ള മറ മാത്രമാണ് ഈ ഒരു സമാധാന പീസ് ടോക്ക് എന്നാണ് റഷ്യ പറയുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ 50,000 സൈനികരുണ്ട്. അതിൽ തന്നെ 2,500 പേർ മെറീനുകൾ, അതായത് മെറീനുകളും എയർബോൺ ഡിവിഷനിലെ എലൈറ്റ് യൂണിറ്റിൽപ്പെട്ട സൈനികരുമാണ് എന്ന് റഷ്യ ഇപ്പോൾ പറയുന്നു. അതുപോലെ തന്നെ വ്യോമതലങ്ങൾ കൈയടക്കാൻ 500 യുദ്ധവിമാനങ്ങളെങ്കിലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്കുണ്ട്. അതോടൊപ്പം തന്നെ 20 യുദ്ധക്കപ്പലുകളുണ്ട്. ഇത്രയും വലിയ സൈനിക സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് എന്ത് സമാധാന ചർച്ചയാണ് ഇറാനുമായി അമേരിക്ക നടത്താൻ പോകുന്നത് എന്നാണ് റഷ്യ ചോദിക്കുന്നത്. തീർച്ചയായും ഇത് കാപ്പട്യമാണ്, ചതിയാണ്. ഇറാന് നേരെ ഗ്രൗണ്ട് അറ്റാക്ക് നടത്താനുള്ള അമേരിക്കയുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പീസ് ടോക്ക് എന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് ഇറാൻ വലിയ പ്രാധാന്യം നൽകുന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന ചർച്ച തന്നെ പൂർത്തീകരിക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം അമേരിക്ക ഇപ്പോൾ ഇറാന്റെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ സമാധാനമല്ല ഉദ്ദേശിക്കുന്നത്. ഇറാനുമായി ഒരു സമാധാനപരമായ ഒരു നീക്കം നടത്തുക എന്നത് അമേരിക്കയുടെ മുന്നിലുള്ള ലക്ഷ്യമല്ല എന്ന കാര്യം ഇതിലൂടെ തന്നെ വ്യക്തമാണ്.